ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുകയാണ്. ഈശോ ഇന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കട്ടെ. കേസരിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ഈശോ ശിഷ്യന്മാരെ അടുത്ത് ഞാൻ ആരാണെന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പത്രോസാണ് അവസാനം വ്യക്തമായിട്ടൊരു ഉത്തരം കൊടുക്കുക. അതിനുശേഷം പത്രോസിന് ഈശോ ചില അധികാരങ്ങളൊക്കെ കൊടുക്കുക, സഭയുടെ മേലുള്ള അധികാരം. അതിൻ്റെ ഒരു ഭാഗം ഇപ്രകാരമാണ്. മത്തായി അറിയിച്ച സുവിശേഷം 16-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് പത്രോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. എന്നിട്ട് പറയാം, നീ കെട്ടിയതാ, നീ അഴിച്ച വലിയൊരു പവറാണ് കൊടുക്കുക. പ്രിയ സഹോദര സഹോദരി, ആ പവർ ഇന്ന് നമ്മുടെ സഭയിലുണ്ടെന്നാണ് നീ മനസ്സിലാക്കേണ്ടത്. നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നീ അതിലൊരു കെണിയിലാണെങ്കിൽ, നീ ഒരു തിന്മേനെ സംശയിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടെങ്കിൽ, നിനക്ക് രോഗമുണ്ടെങ്കിൽ, നിനക്ക് എന്തെങ്കിലും തരത്തിൽ അസ്വസ്ഥതകളുണ്ടെങ്കിൽ, നിനക്കുള്ള വിടുതൽ സഭയിലുണ്ട്, സഭയിലെ സംവിധാനമുണ്ട്. ഇത് കെട്ടാനും അഴിക്കുവാനുമുള്ള അധികാരം, പത്രോസിന് കൊടുത്ത അധികാരം നമ്മുടെ അച്ഛന്മാർക്കെല്ലാം ഉണ്ടെന്നുള്ളതാണ്. 4 ദിക്കും അല്ല നീ ഓടേണ്ടത്. നിൻ്റെ ദേവാലയത്തിലേക്ക് നീ ഓടുക, നിൻ്റെ പുരോഹിതരിലേക്ക് നീ ഓടുക. അവർ നിൻ്റെ പ്രതിസന്ധികൾക്ക് ഉത്തരം തന്നിരിക്കും. കാരണം സഭ നിന്നെ സ്നേഹിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യയുള്ള നിന്റെ സാന്നിധ്യത്തിൽ നന്ദി പറയുകയാണ്. ഈശോ, നീ പത്രോസിലേക്ക് കൊടുത്ത വലിയൊരു അധികാരം, എല്ലാം അഴിക്കുവാനും കെട്ടുവാനുള്ള അധികാരം, ഈ ഒരു അധികാരത്തിൻ്റെ കീഴിൽ ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള കെട്ടുകൾ അഴിയപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തി സ്വതന്ത്രമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തി ജീവിതത്തിൽ നിന്ന് സന്തോഷിക്കാൻ ഇടവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തി എന്നും നിന്നോട് കൂടെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള പിശാചിൻ്റെ കെണികളിൽ നിന്ന് ഈ വ്യക്തി സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാറ്റിനും, നീ എൻ്റെ സർവ്വം